ലൈറ്റ് ഇടാൻ. പേടിക്കണ്ട, ഞാനാണ്. കരയരുത്. വീട് എവിടെയാണെന്ന് പറയൂ, ഞാൻ കൊണ്ടുപോയി വിടാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പുറത്തേക്ക് വാ. ആ അങ്ങനെ പതുക്കെ അവിടെ നടക്ക്, അവിടെ നടക്ക്, നടക്ക്. എടോ, ഈ നീലമല സ്റ്റേറ്റ് എവിടെയാ? അത് കിഴക്ക, ഒരുപാട് പോണം. ഈ കുട്ടി അവിടുത്തെയാ? അവിടെ കൊണ്ടാക്കിയാൽ എന്താ? വേണ്ട സാറേ, ഇത് അവിടെയുള്ളതല്ല. അത് നിനക്കെങ്ങനെ അറിയാം? സാറ് ഇതിന് വീടില്ല. പിന്നെ ഇത് സാധനം വേറെയാ. യക്ഷിയ, പനമല താമസം. ചൊവ്വ വെള്ളി, കറുത്ത വാവ് വെളുത്ത വാവ് എന്നീ ദിവസങ്ങളൊക്കെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കും. പിന്നെ പാല പൂത്തോ സ്ഥിരം അതിന്റെ ചുവട്ടിൽ താമസം. തന്നെ കൊണ്ട് ഞാൻ തോറ്റു. അവളുടെ വീട്ടുകാരെ വിവരം അറിയിക്കാനാണ് ഞാൻ ചോദിച്ചത്. വീട്ടുകാരെ വിവരം അറിയിക്കണമെങ്കിൽ സാറ് പനമ്പ് കയറേണ്ടി വരും. യക്ഷിക്ക് എവിടെയാ സാറ് വീട്? തന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. രാവിലെ ആ കുട്ടിക്ക് ബോധം തെളിയുമ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലായിക്കോളാം. അതിന് രാവിലത്തേക്ക് നമ്മൾ ഉണ്ടെങ്കിലല്ലേ. ടൂറിസ്റ്റ് ഹോമിന്റെ മുമ്പിൽ കുറെ നഖവും മുടിയൊക്കെ കിടക്കുന്ന കാണാം. മതി മതി, താൻ എനിക്ക് കിടക്കാൻ ഒരു മുറി തുറന്നതാ. ഞാനമ്മ, എനിക്ക് കിട്ടണ്ട് കിട്ടിയടി. നിന്നൊന്ന് കണ്ടിട്ട് മരിക്കാനുള്ളൊരു യോഗമുള്ളു. അയ്യോ സാർ, അവിടെ ഭയങ്കര ചൂട്. ഇവിടെ ഫാൻ ഇട്ടുണ്ടല്ലോ. സാറിന് പേടിയുണ്ട് ഞാൻ അവിടെ കിടക്കാൻ? ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മുറി തുറക്കണോ? അല്ലേ, ഞാൻ പോയിക്കോളാം അവിടെ. അയ്യോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡ്രസ്സ് മാറാൻ എൻ്റെ അടുത്ത് സാരിയും ബ്ലൗസും ഒന്നുമില്ല. തൽക്കാലം അത് എടുത്തോളൂ. താങ്ക്സ്. ഭാസ്കരമേനന്റെ അനിയത്തിയില്ലേ? അതെ. ആ, ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരും. ശരി. മണി 7 കഴിഞ്ഞ്. ഇനിയും അവൾ ഇങ്ങോട്ട് എഴുന്നള്ളിയില്ല. പാച്ചറ ജോലിയും കുക്കറ ജോലിയും എല്ലാം ഞാൻ തന്നെ ചെയ്യണം പണ്ടാരടങ്ങാൻ.